ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻഡോവെജു. ഞാൻ രഘുനന്ദനൻ എം പി. ഇപ്പം കേരള PSCയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം, അത് 10th മറ്റേത് പരീക്ഷയ്ക്കാണെങ്കിലും 10th ലെവൽ എക്സാമുകൾക്കാണെങ്കിലും മറ്റേത് പരീക്ഷയ്ക്കാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് നിരന്തരം ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് 5 തെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം. ഇത് രണ്ടുമാകട്ടെ മാറിപ്പോകാനും ധാരാളം സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് 5 തെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടാണ്. ഇത് കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിലും നാളെ മുതൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും മുൻകാല ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ചില ഹോട്ട് ടോപ്പിക്സ്, മുൻകാല ചോദ്യങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫ്രീ കോഴ്സും, അതായത് ഫ്രീ യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകൾ, അതുപോലെ അതിനുള്ളൊരു എക്സാമും നൽകി വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാൻ ഈ 10th പ്രിലിംസ് കഴിയുന്നത് വരെ, ഡിസംബർ 28 10th പ്രിലിംസ് കഴിയുന്നത് വരെ അത് നടക്കും. അപ്പോൾ അതൊക്കെയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയും കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കാം. 5 തെങ്ങ് കലാപം. 5 തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. PSC ചോദിച്ചതാണ്. 10th ലെവൽ പ്രിലിം സ്റ്റേജ് 3 2021 ചോദിച്ചതാണ്. തിരുവനന്തപുരത്താണ് 5 തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം, അത് 5 തെങ്ങ് കലാപമാണ്. 2 തന്നിട്ടുണ്ട് അവിടെ. ആറ്റിങ്ങൽ കലാപവും 5 തെങ്ങ് കലാപവും തന്നിട്ടുണ്ട്. ആറ്റിങ്ങൽ കലാപത്തിന് കാരണം വേറെ കുരുമുളകുമായി ബന്ധപ്പെട്ട തന്നെയാണ് ആറ്റിങ്ങൽ കലാപവും. പക്ഷെ അതിന് വേറെ ചില കാരണങ്ങളുണ്ട്. പക്ഷെ ഇവിടെ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്ന് ഉണ്ടായ ഒരു കലാപമാണ് 5 തെങ്ങ് കലാപം എന്ന് പറയുന്നത്. 5 തെങ്ങ് കലാപം നടന്ന വർഷം 1697 ആണ്. 5 തെങ്ങ് കലാപം നിങ്ങൾ ഓർക്കുക, ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒട്ടനവധി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒറ്റപ്പെട്ട ചെറുത്തുനിൽപ്പുകളാണ് ഈ 5 തെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം. അത് കുറിച്ചിലകളായിക്കോട്ടെ, പഴശ്ശിരാജയുടെ വിപ്ലവമായിക്കോട്ടെ, സാന്താൾ കലാപമായിക്കോട്ടെ, ഇതൊക്കെ തന്നെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടായ മുന്നേറ്റങ്ങളല്ല. ദേശീയ പ്രസ്ഥാനവുമായി ഉണ്ടാവുന്ന മുന്നേറ്റങ്ങൾക്ക് ഒരു സംഘടിത സ്വഭാവം, ഇത്തരം ഒരു ദേശീയ പ്രസ്ഥാനം തന്നെ വരുന്നത് നമുക്കറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രൂപീകൃതമായതിനു ശേഷമാണ്. അതിനു മുമ്പേ ഇന്ത്യയിലെ നാനാവിഭാഗം ജനങ്ങളും ഒന്നിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരക്കുന്ന സമരമായതുകൊണ്ടാണ് 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്. 1757 ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് രാജ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. 1757 പ്ലാസി യുദ്ധം. ആ 1757 പ്ലാസി യുദ്ധത്തിന് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കെതിരെ ഉള്ള ഒരു പ്രക്ഷോഭമായിരുന്നു 1697 നടന്ന 5 തെങ്ങ് കലാപം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ കൈക്കലാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യാം. മറ്റ് സമരങ്ങളുടെ കാരണം എന്താണ്? പഴശ്ശി കലാപം, കുറിച്ച കലാപം, മലബാർ കലാപം, കേരളത്തിലുണ്ടായിട്ടുള്ള ഒട്ടനവധി കലാപങ്ങൾ, ഇന്ത്യയിലെമ്പാടും ഉണ്ടായിട്ടുള്ള അധിക കലാപങ്ങളുടെയും കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. ഇങ്ങനെയാണ് നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കേണ്ടത്. നമുക്കറിയാം, പലതരത്തിലുള്ള നികുതി അവർ നടപ്പിലാക്കുന്നുണ്ട്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റ് വാരി വ്യവസ്ഥ, ഇങ്ങനെ പലതരം നികുതികൾ നടപ്പിലാക്കുകയും നികുതി ഒടുക്കി മനുഷ്യനൊന്നും നടത്താൻ സാധിക്കാത്തതുകയും അവൻ്റെ സാധാരണ ജീവിതം പോലും തകരാറിലാവുകയും ചെയ്ത സന്ദർഭങ്ങളിലാണ് നാനാവിഭാഗം ജനങ്ങൾ അവർക്കെതിരെ പ്രക്ഷോഭം നടന്നത്. ആദ്യ കാലഘട്ടത്തിലൊക്കെ അത് ഒറ്റപ്പെട്ട സമരങ്ങളായിരുന്നു. പക്ഷെ ഇവിടെ ബ്രിട്ടീഷ് രാജ് ആരംഭിക്കുന്ന 1757 പ്ലാസി യുദ്ധത്തിന് മുമ്പേ 1697, 1757 എന്നുള്ള കൊല്ലം ഓർത്തു വെക്കണം അല്ലേ. അത് കഴിഞ്ഞിട്ട് 100 വർഷം കഴിഞ്ഞിട്ടാണ് 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അത് കഴിഞ്ഞ് 90 കഴിഞ്ഞിട്ടാണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ആ വ്യത്യാസമൊന്ന് നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് അത് കയറും. 1757 സ്വാതന്ത്ര്യ സമരത്തിനും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പാണ് 1697, 1700 3 വർഷം മുമ്പേ 5 തെങ്ങ് കലാപം നടക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്
വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അത് അഞ്ചുതെങ്ങാണ്. പണ്ടകശാല എന്ന് പറഞ്ഞാൽ സംഭരണ കേന്ദ്രം. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. ഞാൻ ഓപ്ഷൻ എഴുതിയപ്പോൾ തെറ്റിയതാണ്. അഞ്ചുതെങ്ങ് കലാപം 1697. കാരണം എന്താണ്? ഇനി മറന്നു പോകരുത്. കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന പണ്ടകശാലയായിരുന്നു അഞ്ചുതെങ്ങ്. സംഭരണ കേന്ദ്രം അഞ്ചുതെങ്ങ് മാത്രമല്ല, വിഴിഞ്ഞത്തും അതുപോലെ തന്നെ തലശ്ശേരിയിലും അവർക്ക് പണ്ടകശാലകൾ ഉണ്ടായിരുന്നു, അഞ്ചുതെങ്ങ് കൂടാതെ. അവിടെ ഒരു വ്യാപാരശാലയും ഉണ്ടായി, ഒരു കോട്ടയും ഉണ്ടായി. അഞ്ചുതെങ്ങിൽ വ്യാപാരശാലയും ഉണ്ടായി, കോട്ടയും ഉണ്ടായി. അതിന് അനുമതി നൽകിയത് ഉമയമ്മ റാണിയാണ്, ആറ്റിങ്ങൽ റാണി. കോട്ട പണിയാൻ അനുമതി നേടിയ ബ്രിട്ടീഷുകാരൻ ജോൺ ബ്രാബോൺ ആണ്. പാണ്ഡകശാല തുറക്കാൻ 1684-ലും കോട്ട പണിയാൻ 1690-ലും അങ്ങനെ കോട്ട 1695-ൽ പണിതു. ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ കോട്ടയാണ് അഞ്ചുതെങ്ങ്. 1695-ൽ കോട്ട പണിത് 1697-ലാണ് കലാപം ഉണ്ടാകുന്നത്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ആറ്റിങ്ങൽ റാണി എന്ന് പറഞ്ഞാൽ ഉമയമ്മ റാണിയിൽ നിന്ന് അഞ്ചുതെങ്ങ് ലഭിച്ച ബ്രിട്ടീഷുകാർ അവിടെ കോട്ട പണിയുകയും ഒരു സൈനിക താവളവുമാക്കുകയും ചെയ്തു. കുരുമുളക് വ്യാപാര കുത്തക സ്വന്തമാക്കി സ്ഥലവാസികളെ പ്രകോപിപ്പിച്ചു. ഇതാണ് 1697-ൽ സ്ഥലവാസികൾ കോട്ട ആക്രമിക്കാൻ കാരണമുണ്ടായത്. കേരളത്തിലെ ആദ്യത്തെ ബ്രിട്ടീഷ് കോട്ടയാണ് അഞ്ചുതെങ്ങ്. ബ്രിട്ടീഷുകാരുടെ മറ്റ് കേരളത്തിലെ പാണ്ഡകശാലകൾ, അവിടെ ഒരു പാണ്ഡകശാലയും ഉണ്ട് അഞ്ചുതെങ്ങിൽ. ഇത് കൂടാതെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്ന പാണ്ഡകശാലകളായിരുന്നു എവിടെയൊക്കെ? വിഴിഞ്ഞത്തും തലശ്ശേരിയും. സ്കൂളായിരുന്നു കേട്ടാൽ നമ്മുടെ തലച്ചോറിലേക്ക് കയറാൻ പറ്റാവുന്ന ഒന്നേ ഉള്ളൂ. ആറ്റിങ്ങൽ കലാപം. നിരവധി ചോദ്യങ്ങളാണ് അഞ്ചുതെങ്ങും ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാറ്. ആറ്റിങ്ങൽ കലാപം എന്ന് പറഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏത്? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേതിൽ ഇവിടെ നോക്കൂ, ഇത് തന്നിട്ടതിലാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. പക്ഷെ തന്ന ഓപ്ഷൻ അനുസരിച്ചിട്ട് അതിൽ അഞ്ചുതെങ്ങില്ല. അതുകൊണ്ട് അപ്പം അവിടെ ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് 1721-ലാണ്. എന്നാൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടിയത് ആറ്റിങ്ങൽ കലാപം എന്നെഴുതണം. കേരളത്തിൽ നടന്ന ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. പക്ഷെ ആദ്യത്തെ സംഘടിത കലാപം അത് ഏത് കലാപമാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കിട്ടാനുള്ള ഒരു മാർക്ക് പോവുകയും ചെയ്യും, -.33 കയറി വരികയും ചെയ്യും. ശ്രദ്ധിക്കുക, കുഴപ്പിക്കുന്ന കാര്യമാണ്. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന എഴുത്. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങും കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങലുമാണ്. 1721-ലാണ് കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചടക്കപ്പെട്ടു. മാർത്താണ്ഡവർമ്മയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. തെറ്റാണ്. അപ്പോൾ ഇവിടെ 4ാമത്തെ ഓപ്ഷൻ മാത്രമാണ് തെറ്റ്. അതുകൊണ്ട് D ആണ് റോങ് ആൻസർ. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരിയിൽ നിന്നാണ്. തലശ്ശേരിയിൽ നിന്നാണ്. PSC പലതവണ ചോദിച്ചൊരു ചോദ്യമായതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. SCRT ബുക്കിലിട്ടത്. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരമാണ്. ആറ്റിങ്ങൽ കലാപം അവിടെ എന്താ വെച്ചാൽ വൻതോതിലുള്ള അഴിമതി ബ്രിട്ടീഷുകാർ നടത്തുന്നു. കുരുമുളകിന്റെ വിലയിൽ കമ്പനി വലിയ ക്രമക്കേട് കാണിക്കുന്നു. ആറ്റിങ്ങൽ റാണിക്ക് നൽകി വരുന്ന പാരിതോഷികം വർഷാവർഷങ്ങളിൽ അവിടുത്തെ എട്ടുവിട്ടൽ പിള്ളമാരുടെയൊക്കെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്നൊക്കെ തന്നെ ശേഖരിച്ചുകൊണ്ട് ആറ്റിങ്ങൽ റാണിക്ക് ഒരു ഉപഹാരം നൽകാറുണ്ട്. അങ്ങനെ ആറ്റിങ്ങൽ റാണിക്ക് നൽകുന്ന പാരിതോഷികം പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാരിലൂടെ നൽകാൻ വിസമ്മതിച്ചതാണ് ആ കലാപത്തിന് കാരണം. വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗി ഫോർഡ്. പിടിച്ചടക്കിയ കോട്ട അഞ്ചുതെങ്ങ് കോട്ടയാണ്. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യം തലശ്ശേരിയിൽ നിന്നാണ് വന്നത്. അന്നത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മയായിരുന്നു. കലാപാനന്തരം ഒരു ഉടമ്പടി വെച്ചു. ആ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ബ്രിട്ടീഷുകാർ ആദ്യമായി ഒപ്പുവയ്ക്കുന്ന ഉടമ്പടിയാണ് വേണാട്. അതുകൊണ്ട് ആ പ്രാധാന്യമുണ്ട്. അത് ആറ്റിങ്ങൽ കലാപത്തിന് ശേഷമാണ്. ഇപ്പൊ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം എന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപവും, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപവുമാണ്. 1721-ലാണ് ഇത് നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ 2021 ഇതിന്റെ 300ാം വാർഷികം ആഘോഷിക്കും.
അപ്പം അഞ്ചുതെങ്ങും ആറ്റിങ്ങൽ കലാപവും മാറിപ്പോണ്ട, അതുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകളും മാറിപ്പോണ്ട. ഇപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നാളെ മുതൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു ലിങ്ക് തരും, അല്ലെങ്കിൽ നമ്മുടെ എന്തിൽ വന്നാൽ മതി, നമ്മുടെ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൽ വന്നാലും നിങ്ങൾക്ക് നാളെ മുതൽ പഠിക്കാനുള്ള മുൻകാല ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ക്ലാസ്, ചിലപ്പോൾ 2 വീഡിയോ ക്ലാസ്സുകൾ, അതിൽ നിന്ന് വരുന്ന എക്സാമുകളും ചെയ്യാം. അവിടെ ഒരു ദിവസം എടുത്തതിൻ്റെ തുടർച്ചയായിരിക്കും പിന്നീട് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഉണ്ടായിരിക്കുക. ആദ്യം പഠിച്ചതൊക്കെ ആവർത്തിച്ച് വരുന്ന ഒന്നായിരിക്കും. പഠിച്ചതായിരിക്കും ബഹുഭൂരിപക്ഷവും, കുറച്ച് പഠിക്കാത്തതും. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ വിഭാഗത്തിലാണ് നിങ്ങൾക്ക് മാർക്ക് കുറയുന്നതെന്നൊക്കെ അവിടെ നിന്ന് തിരിച്ചറിയാം. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.